ഈ ദളിറ്റ്സ് ഏറ്റവും കൂടുതൽ അംബേദ്കറിന്റെ ആ പാത പിന്തുടർന്നുകൊണ്ട് ഈ സനാതന ധർമ്മവും ഈ ഉച്ച നീച ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് അവര് ബുദ്ധിസ്റ്റുകളാകാൻ വേണ്ടി പ്രയത്നിച്ചു. അതിന് വലിയൊരു മൂവ്മെന്റ് ഒരു സമയത്തുണ്ടായിരുന്നു ഇന്ത്യയിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഗവായിയും അങ്ങനെയുള്ള പല ആൾക്കാരും ബുദ്ധിസ്റ്റുകളായി. കാരണം ഇതിൻ്റെ അകത്ത് ഈ സംഭവം സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. അപ്പൊ അന്ന് ആ ഒരു മൂവ്മെന്റ് ഇന്ത്യയിൽ ദളിറ്റ്സിനിടയ്ക്ക് ഉണ്ടായിരുന്ന ആ മൂവ്മെന്റിനെ അടിച്ചൊതുക്കിയത് ആരാണെന്നറിയാം? ബേസിക്കലി ഈ പറയുന്ന RSS. ആ മൂവ്മെന്റിനെ അടിച്ചൊതുക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ദളിറ്റ്സ് വലിയൊരു ഭൂരിഭാഗവും അവര് ബുദ്ധിസ്റ്റായിട്ട് മാറിയേനെ. അതിന് പിന്തുണയും ഫിനാൻഷ്യലായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. മായാവതി അവിടെ UP മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. അവർ BSP വലിയ ഫോഴ്സായിട്ട് വരുന്നു. ഈ സമയത്തൊക്കെ അവർക്കൊരു ഗ്ലോബലായിട്ട് ഒരു പിന്തുണ ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ചരിത്രപരമായൊരു സംഭവം എന്ന് പറയുന്നത്. കൊറിയയുടെ ഒരു പിന്തുണയുണ്ടായിരുന്നു, ജപ്പാന്റെ പിന്തുണയുണ്ടായിരുന്നു, മറ്റുള്ള ബുദ്ധിസ്റ്റ് രാജ്യങ്ങളുടെയും പിന്തുണയുണ്ടായിരുന്നു.